റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു കൊമ്പനെയാണ് നിങ്ങൾ കാണുന്നത്. ഇതുപോലെ ഒരു കൊമ്പൻ നടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി ഒന്നില്ലെങ്കിൽ ആ ഒരു കൊമ്പൻ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതല്ലാതെ ഇതിൻ്റെ നേരെ കൊണ്ട് ഒരിക്കലും വണ്ടി നിർത്തരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആന ഇപ്പോൾ ഏകദേശം റോഡിൻ്റെ സൈഡിൽ എത്താറായി. പോരാത്തതിന് ഇപ്പം നമ്മുടെ ഫ്രണ്ടിലൊരു വലിയ കയറ്റാണ്. അപ്പോൾ ഇതേപോലെ ഒരു ആന നടന്നു വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു റോഡിലൂടെ പോകാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു അപകടം പിടിച്ച പരിപാടിയാണ്. അപ്പോൾ എന്തുകൊണ്ടും നല്ലത് ആന പോകും വരെ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. അതല്ലാതെ ഇത് ഇപ്പോൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇതിന് പെട്ടെന്ന് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതാ കണ്ടില്ലേ, റോഡിൻ്റെ സൈഡിൽ എത്താറായിട്ടോ ആന. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു പ്ലാവിൻ്റെ അടുത്തെത്തിയപ്പോൾ ആൾ നിന്നു. അത് വേറെ ഒന്നല്ല, അതിൻ്റെ തൊട്ട് ബാക്കിൽ വേറെ ആനകൾ വരുന്നുണ്ട്. അവരും കൂടെ വന്നിട്ട് അത് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ റോഡിന് തൊട്ടരികിൽ ഇങ്ങനെ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ആന അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും നോട്ടമൊക്കെ റോഡിലേക്ക് തന്നെയാണ്. അത് വേറെ വണ്ടികൾ പോകുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ്. കാരണം റോഡിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ആരും അപ്പുറത്തേക്ക് കിടക്കാനായിട്ട് ധൈര്യപ്പെടില്ല. കാരണം ഒന്നാമതേ നേരത്തെ പറഞ്ഞല്ലോ, കയറ്റാണ്. നമുക്ക് പെട്ടെന്ന് വണ്ടി എടുത്തോട്ട് പോവാൻ പറ്റണമെന്നില്ല. ഇത് പെട്ടെന്ന് ഓടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി തിരിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് പോയി കഴിഞ്ഞിട്ട് പോകാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവനെന്തായാലും ബാക്കിൽ വരുന്നവരും കൂടെ വന്നിട്ടേ റോഡ് ക്രോസ് ചെയ്യുള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് വേറെ വണ്ടികളൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓടി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ആന ആ ഒരു മരത്തിനോട് ചേർന്ന് അങ്ങനെ നിൽക്കുന്നതിൻ്റെ കാര്യം വേറെ ഒന്നല്ല, അതിൻ്റെ മേലെ ഇഷ്ടം പോലെ ചക്ക കിടപ്പുണ്ട്. അപ്പോൾ ആൾക്ക് ചക്ക തിന്നണമെന്ന് തോന്നി. അപ്പോൾ കൂട്ടുകാർ വരുന്നവരെ ഒരു ചക്കയും തിന്നുകൊണ്ട് നിൽക്കാമെന്നുള്ള പ്ലാനാണെന്ന് തോന്നുന്നു ആശാന്. അപ്പോൾ ആ ചക്ക പറിക്കാൻ വേണ്ടിയിട്ട് ആൾ തുമ്പിക്കൈയൊക്കെ നീട്ടിയിട്ടോ. അപ്പോൾ എത്തുന്നില്ല. അപ്പോൾ ഇപ്പം ആശാൻ നൈസായിട്ട് ആ മരത്തുമ്മയ്ക്ക് അങ്ങോട്ട് ആ കാലൊക്കെ വെച്ചിട്ട് ആ ഒരു തുമ്പിക്കൈ നീട്ടി പറിക്കാനൊക്കെ നോക്കും. പക്ഷേ ആൾക്ക് എത്തുന്നില്ല. നല്ല ഉയരത്തിലാണ് ആ ഒരു ചക്ക കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ആളുടെ ആ ഒരു പരിശ്രമം പരാജയപ്പെട്ടു. അപ്പോൾ നൈസായിട്ട് ആൾ പിന്നെയും അവിടെ കുറച്ച് നേരം നിന്നു. നിങ്ങൾക്ക് ഇതൊക്കെ ഞാനിപ്പോൾ പറയുന്നത് കൊണ്ടല്ലേ മനസ്സിലാവുന്നത്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് വീണ്ടും പറയുന്നുണ്ട് സംസാരിക്കാതെ വീഡിയോ പോസ്റ്റ് ചെയ്യൂ എന്നുള്ളത്. ഞാനിപ്പോൾ സംസാരിക്കാണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുമോ? വെറുതെ ആന വന്ന് നിൽക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നു, ഇതൊക്കെ തന്നെയല്ലേ മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇവരെന്തിനു നിന്നു, ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമോ? അപ്പോൾ ഞാൻ അതുകൊണ്ടൊക്കെയാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് പറയുന്നത്. കേൾക്കാൻ താല്പര്യമില്ലാത്തവർ മ്യൂട്ട് ചെയ്ത് കണ്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇവരുടെയൊക്കെ വീഡിയോ വോയിസ് ഇല്ലാണ്ട് ഇടുന്ന ആളുകളുണ്ട്, അവരുടെ വീഡിയോ കണ്ടോ കേട്ടോ. അപ്പോൾ അതാ ബാക്കിൽ നിന്ന് 2 ആനകൾ വന്നിട്ടുണ്ട്. അത് മറ്റവൻ്റെ കൂട്ടുകാരാണ് കേട്ടോ, നേരത്തെ റോഡ് സൈഡിൽ നിന്നില്ലേ. അപ്പോൾ ഇവർ വന്നിട്ട് ക്രോസ് ചെയ്യാനുള്ള പ്ലാനിലാണ് അവനവിടെ നിൽക്കുന്നത്. ഇപ്പോൾ അതാ ഇവന്മാരും അവൻ്റെ അടുത്ത് എത്താറായി. ബാക്കിൽ വരുന്നത് നമ്മുടെ വലിയ ഒറ്റക്കൊമ്പനാണ് കേട്ടോ. വലിയ ഒറ്റക്കൊമ്പൻ ഫാൻസ് ഇഷ്ടംപോലെ പേരുണ്ടെന്ന് എനിക്കറിയാം. കാരണം അവനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അതാ മറ്റൊരു വരണ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതാ ഇവൻ റോഡിലേക്ക് കിടക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും നേരം പേടിച്ചിട്ടാണോ എന്നറിയില്ല, റോഡിലേക്ക് കിടക്കാനൊന്നും മടിച്ചിട്ടാണ് അവൻ നിന്നത്. അങ്ങനെ അവർ തൊട്ടടുത്തെത്തിയപ്പോൾ ഇവൻ ആ റോഡിലേക്ക് എത്തി. എത്തുക മാത്രമല്ല കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. അവന്മാരും കൂടെ അടുത്തെത്തിയിട്ട് റോഡ് ക്രോസ് ചെയ്യാം എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ ഒരു സമയത്ത് അപ്പുറത്തുനിന്ന് വണ്ടികളൊന്നും വരാത്തത് മഹാഭാഗ്യം. ഈ ഒരു റൂട്ടിൽ വണ്ടികൾ കുറവായിരുന്നു. പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റോഡിൻ്റെ ഒരു എൻഡ്, അതായത് അവിടെ ഒരു വളവാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്നവർക്ക് പെട്ടെന്ന് ആനേനെ കാണണമെന്നില്ല. നല്ല സ്പീഡിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവരുടെ മുന്നിലാണ് വന്ന് പെടുക. അപ്പോൾ എന്തുകൊണ്ടോ അവിടെ നിന്ന് ആരും വന്നില്ല. അപ്പോൾ അതൊരു നല്ല കാര്യമായിരുന്നു. അപ്പോൾ അതാ കണ്ടില്ലേ, മറ്റേ ആന കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇവന് ധൈര്യമായി. ഇപ്പോൾ 3 പേരും ഒരുമിച്ച് റോഡ് ക്രോസ് ചെയ്ത് അങ്ങടേക്ക് പോവാൻ കേട്ടോ. അപ്പം മിക്കപ്പോഴും ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആളുകൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്, ഇതിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നിട്ട് ആന റോഡ് ക്രോസ് ചെയ്താൽ പോയ ഭാഗം എവിടെയാണോ അവിടെ പോയി ഇവരിങ്ങനെ നോക്കി നിൽക്കും, ഇവർ പോണത് നോക്കിയിട്ട്. അങ്ങനെ ഒരിക്കലും ചെയ്ത് ചിലപ്പോൾ ഇവരുടെ ബാക്കിൽ നിന്ന് വേറെ ആനകൾ വരാനുണ്ടാവും. ഇവർ 3 പേര് പോയതിന് ശേഷമാണ് നമ്മുടെ ആ ചെറിയ ഒറ്റക്കൊമ്പൻ ബാക്കിൽ നിന്ന് ഇറങ്ങി വന്നത്. ഇതിങ്ങനെ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, എല്ലായ്പ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഒരു കൂട്ടം ആനകളൊക്കെ പോയതിന് ശേഷമായിരിക്കും ബാക്കിൽ നിന്ന് ചിലപ്പോൾ 1-2 ആനകൾ ഇറങ്ങി വരിക. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഇവർ അങ്ങോട്ട് പോയെന്ന് കരുതിയിട്ട് അവരങ്ങോട്ട് നോക്കി നിൽക്കരുത്. ചിലപ്പോൾ നമ്മുടെ പുറകെ കൂടെയും ആന വരുന്നുണ്ടാവും കേട്ടോ. അവർ പോകുന്ന വഴിയും സെയിം വഴി തന്നെയായിരിക്കും. അതായത് മുന്നിൽ പോയ കൂട്ടം ഏത് റൂട്ടിൽ കൂടെയാണോ പോയത് അതേ വഴി കൂടെ തന്നെയായിരിക്കും ഈ പിന്നിലൂടെ വരുന്ന ആനകളും വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് എങ്ങാനും
ചെന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടും. നമ്മൾ അറിയില്ലല്ലോ ബാക്കിൽ കൂടെ ആന വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും ഇവരുടെ പിറകിൽ കൂടെ പോകാനോ അല്ലെങ്കിൽ പിറകിൽ നിന്ന് നോക്കാനോ ഒന്നും ശ്രമിക്കരുത്. ദൂരെ നിന്ന് മാത്രം നോക്കി കാണാം. കാരണം ഒത്തിരി അപകടങ്ങളുണ്ടാവും. ഈ ഒരു വഴിയിൽ നിന്ന് മാത്രമല്ല, ആനകളുള്ള ഏത് റൂട്ടിൽ കൂടെ, ആനകളോ മറ്റുള്ള മൃഗങ്ങളായാലും ഏത് റൂട്ടിൽ കൂടെ സഞ്ചരിക്കുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ആ റോഡ് ക്രോസ് ചെയ്ത് പോയ കൊമ്പന്മാരൊക്കെ നേരെ പുഴയിലിറങ്ങി പുഴയുടെ അരുവത്തൊക്കെ നിന്ന് ഇനി പുല്ല് തിന്നുകയേ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ. പച്ചമുളക്